ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലിയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു ടിവി ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. कुकू टीवी. കുട്ടി, ഇവിടെ ഡോഡോ പുറത്തേക്ക് വാ, ബിസ്ക്കറ്റ് കഴിക്ക്. ഓ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? നിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും? എന്തു പറ്റി അച്ഛാ? ആ ഡൂഡു ഹോളിൽ കുടുങ്ങിയിരിക്കുക. അതിന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ സഹായിക്കട്ടെ? അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശരി, അവനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പക്ഷെ അവൻ കൊച്ചുകുട്ടിയല്ലേ, അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ? കൊച്ചുകുട്ടിയോ? അപ്പൊ നിനക്ക് ആ കഥ അറിയില്ലെന്ന് തോന്നുന്നു. ഇത് കൊള്ളാമല്ലോ. ഈ സിംഹത്തിന്റെ ശരീരം ഒരു സർക്കസ് പോലെയാണ്. അയ്യോ രക്ഷിക്കൂ, ഈ സിംഹം എഴുന്നേറ്റല്ലോ. എന്റെ മുതുകത്ത് എന്താ ഉള്ളത്? കുട്ടിയലേ, എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ മുതുകിൽ കയറി കളിക്കും? നിനക്കറിയില്ലേ, ഞാൻ ഈ കാട്ടിന്റെ രാജാവാണ്. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, ദയവായി എന്നെ വിട്ടയക്കണം. അതൊന്നും പറ്റില്ല, ഞാൻ ഈ കാടിന്റെ രാജാവാണ്. നിനക്ക് എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇല്ല സർ, ഞാൻ പോയിക്കോട്ടെ. പറ്റില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നിന്നെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. എന്താ, നീ തയ്യാറല്ലേ? ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്താ നീ പറഞ്ഞേ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, ഞാൻ നിങ്ങളെ സഹായിക്കാം. നീയോ? ഒരു ചെറിയ എലി എന്നെ സഹായിക്കാൻ പോകുന്നോ? അതോ എന്നെ, ഈ കാടിന്റെ രാജാവായ എന്നെ? അതെ അതെ, എനിക്ക് പറ്റും. അത് ഞാൻ അംഗീകരിച്ചേ പറ്റൂ. നിനക്ക് നല്ല ധൈര്യമുണ്ടെന്ന്. അതെ അതെ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ശരി, എനിക്കറിയില്ല നീ എങ്ങനെ എന്നെ സഹായിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കാം. നീ ഒരു ധൈര്യമുള്ള ചെറിയ മൃഗമായതുകൊണ്ട് മാത്രം. ആ സിംഹം ആ ചുണ്ടലിയെ പോകാൻ അനുവദിച്ചു. പക്ഷെ അത് വിശ്വസിച്ചില്ല. ഒരു എലിക്ക് എങ്ങനെ തന്നെ സഹായിക്കാൻ പറ്റും? വളരെ നാളുകൾക്ക് ശേഷം സിംഹം കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. ഓ, എന്താണിത്? ഇതൊരു വേട്ടക്കാരന്റെ വലയാണല്ലോ. എനിക്ക് വളരെ പേടിയാവുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യും? ഈ വല വളരെ ബലമുള്ളതാണല്ലോ. ഇതിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേട്ടക്കാരൻ എപ്പോ വേണമെങ്കിലും വരും. ബാക്കിയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി കഷ്ടപ്പെടേണ്ടി വരുമോ? എന്തത്? ഓ, ഈ ശബ്ദം കേട്ടിട്ട് ആ സിംഹത്തിന് ശബ്ദം പോലെ ഉണ്ടല്ലോ. സിംഹമേ, ദേ ഞാൻ വരുന്നു, ഞാൻ വരുന്നു. സിംഹമേ, പക്ഷെ എങ്ങനെ? ഇത് വേട്ടക്കാരന്റെ വലയാണ്. എന്നെ കൊണ്ട് പുറത്തു വരാൻ കഴിയുന്നില്ല. ഓ, നിങ്ങളെ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. എങ്ങനെ? നീ എന്ത് ചെയ്യും? നിൽക്കാനുള്ള സമയമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം. കുഞ്ഞലിയെ, നീ ഒരു ഭീകരനാണ്. കുഞ്ഞലിയെ, ഒന്ന് വേഗം. ആ വേട്ടക്കാരൻ വരുന്നുണ്ട്, ഒന്ന് വേഗം. എന്നെ കൊണ്ട് ചെയ്യാവുന്നതാ ചെയ്യുന്നേ. ഇപ്പൊ നിക്ക പോകാം. നന്ദിയുണ്ട് കുഞ്ഞലിയെ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതെന്റെ കടമയാണ്. ദാ കണ്ടില്ലേ, വലിയവനാണോ ചെറിയവനാണോ എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ശരി മോനെ, ചെല്ല്, നീ ഒന്ന് സഹായിച്ചു കൊടുക്ക്. ദാ എത്തിയല്ലോ. നല്ല കാര്യമാണ് ചെയ്തത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ ചെറുതും വലുതും ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബഹുമാനം നമ്മൾ നൽകണം.